ഈ മലയ്ക്കുള്ളിലെ ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഒരു ഗുഹയാണ്. ഇത് കണ്ടു, ഇതെല്ലാം കല്ല് പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ്. അപ്പോഴത്തേ നമ്മൾ മൗണ്ട് ആബു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോട്ട് കയറുകയാണ്. ഇനിയിപ്പോൾ 20 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു മല കയറി പോകാനുള്ളത്. ഇവിടെ കരടിയും കടുവയും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു പോസ്റ്റൊക്കെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ധാരാളം കിളികളെ കാണാൻ പറ്റും. കാരണം കിളികളെല്ലാം നമ്മൾ ഓൾറെഡി ഗുജറാത്തിൽ കണ്ടു കഴിഞ്ഞു. പിന്നെ ഈ ഇവിടുത്തെ കാട്ടുകോഴികൾ വളരെ പ്രശസ്തമാണ്. അപ്പോൾ കുഞ്ഞി സൈക്കിളും തേണ്ടിയിരിക്കുന്നു. സൈക്കിൾ ഇതുവരെ ഞാനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ യാത്ര മുകളിലേക്ക് പോവുകയാണ്. 20 കിലോമീറ്ററാണ് ഇനി നമുക്ക് മൗണ്ട് ആബുവിലേക്ക് കയറാനുള്ളത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട്. അപ്പോൾ നമ്മൾ കാടിൻ്റെ വന്യതയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. മരങ്ങൾ മുഴുവൻ വേനൽക്കാലത്ത് ഉണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെയും ഇവിടെയുമൊക്കെ വേനൽ മരങ്ങൾ മാത്രമേ ഉള്ളൂ, തളുത്ത് നിൽപ്പുള്ളൂ. പിന്നെ നിറയെ ആര്യവേപ്പ് നിൽക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇതൊരു ആശ്രമമാണ്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു ആശ്രമമാണ്. അവിടെ ഒരു സ്വാമി മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആശ്രമത്തിൻ്റെ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഇനിയിപ്പം നേരെ മുകളിലേക്ക് തള്ളുകയാണ്. ഇങ്ങനെ ഓരോ വളവ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ആര്യവേപ്പ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തണലിലാണ് നമ്മൾ വിശ്രമിക്കുന്നത്. അപ്പോൾ കാടിൻ്റെ പശ്ചാത്തലത്തിലൂടെ മൗണ്ട് ആബു ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. അപ്പോഴത്തെ കുഞ്ഞിപ്പെണ്ണ് ഉറക്കത്തിലേക്ക് വീഴാനുള്ള സാധ്യതയിൽ നിൽക്കുകയാണ്. അല്ലേടി? ഒരു ഉറക്കം കിട്ടിയ സുഖം കിട്ടുന്നുണ്ടല്ലോ. ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ താഴെ ചെന്നിട്ട് മുട്ട വല്ലതും വാങ്ങിച്ചു കൊടുക്കാം. മുകളിലൊക്കെ ഇപ്പോൾ രാജസ്ഥാനിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇറച്ചി മുട്ടയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം നിറയെ ബാറുകളാണ്. ബാർ ഹോട്ടലുകളുടെ ഇടയിലൂടെയാണ് പോരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കിനി ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.